കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്ത് തന്നെയും നമ്മുടെ സോഷ്യൽ മീഡിയകളും മാധ്യമങ്ങളുമൊക്കെ സത്യം പറയുന്നവരാണ്. അതായത് വാർത്തകൾ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന വാർത്തകൾ നമ്മൾ അറിയിക്കുന്നത് ആണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു വ്യർത്ഥമായിട്ടുള്ള ധാരണ. പലപ്പോഴും അങ്ങനെയല്ല, വളരെ കൃത്യമായിട്ടുള്ള അജണ്ടകളോടെ പെരുമാറുന്ന ആളുകളാണ് മാധ്യമങ്ങളൊക്കെ തന്നെ. അപ്പോൾ അതിൽ നമുക്ക് ലോകത്തിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ട ആവശ്യമില്ല. ഇന്ത്യയിൽ തന്നെ നിന്നാലോ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ കോക്രോച്ച് പാർട്ടിയെക്കുറിച്ച് ഗോദി മീഡിയ അവരുടെ ഒരു പ്രൊട്ടസ്റ്റിന് അങ്ങനെ തന്നെ അവഗണിക്കുന്നത് നമ്മൾ കണ്ടു. അവഗണിച്ചെങ്കിലും ഇത്തവണ സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെയൊക്കെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ തീയായിട്ട് പലപ്പോഴും കള്ളങ്ങളൊക്കെ തന്നെ പൊളിഞ്ഞിടുകയും കത്തിപ്പടരുകയും ചെയ്യുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ കേരളത്തിലും അത്തരത്തിലുള്ള പല അജണ്ടകളോടുകൂടി മാധ്യമപ്രവർത്തനം നടത്തുന്ന, പലപ്പോഴും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വസ്തുതകളെ വളച്ചൊടിക്കുന്ന നിരവധി മാധ്യമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമം എന്ന് പറയുന്നത് മീഡിയ വണ്ണാണ്. ആ മീഡിയ വണ്ണിൻ്റെ ലൈസൻസ് എന്തുകൊണ്ടാണ് കട്ട് ചെയ്യാത്തത് എന്നൊക്കെ മിക്ക ആളുകളും, പലപ്പോഴും സംഘപരിവാർ ആളുകൾ, സംഘപരിവാർ അനുകൂലികളൊക്കെ തന്നെ വളരെ രോഷത്തോടുകൂടി ചോദിക്കാറുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് വളരെ ലളിതമാണ്. കാരണം അവരുണ്ടെങ്കിൽ മാത്രമേ സംഘപരിവാറിനും കൂടി ഇവിടെ വളരാനുള്ള സാഹചര്യം ഒരുങ്ങൂ. കാരണം അങ്ങനെ എതിരാളികൾ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ബാക്കിയുള്ള മതേതര ജനാധിപത്യ പാർട്ടികൾ എന്ന് നമുക്ക് ഏറെക്കുറെ വിളിക്കാവുന്ന പാർട്ടികളൊക്കെ അസ്തമിക്കുകയും ഇവർ മാത്രമായി തീരുകയും ചെയ്യുന്ന ഒരു സുന്ദരമായിട്ടുള്ള കിനാശേരിയാണ് ഇവരുടെയൊക്കെ സ്വപ്നമെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിനും മീഡിയ വണ്ണിനും ഒക്കെ ഇടയ്ക്ക് ഒരു സംപ്രേഷണ അവകാശം നിഷേധിച്ചെങ്കിലും ഏഷ്യാനെറ്റ് ചെന്ന് സംസാരിക്കുകയും എക്സ്ക്യൂസ് പറയുകയൊക്കെ ചെയ്തപ്പോൾ അവർക്ക് പുതുക്കി കൊടുത്തതും ഇവർ പോകാതെ തന്നെ പുതുക്കി കൊടുത്തതൊക്കെ അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ BJPക്കെതിരെ നിൽക്കുന്ന, സംഘപരിവാറിനെതിരെ നിൽക്കുന്ന നിരവധി ആളുകളൊക്കെ അതിനെതിരെ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ പലപ്പോഴും പറയുന്നത് കള്ളങ്ങളാണ് എന്നുള്ളതാണ് വാസ്തവം. ഇരുട്ടുമുറി ചർച്ചയാണ്. പക്ഷേ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളൊക്കെ ഇത് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, അവർ സത്യം മാത്രമേ പറയൂ എന്നൊക്കെ വിചാരിച്ച് നിരവധി ആരാധകർ അവർക്കുണ്ട്, റീച്ച് ഉണ്ട് എന്നുള്ളതൊക്കെ തന്നെ യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരിക്കൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അതായത് ദാവൂദ് എന്ന് പറയുന്ന അവരുടെ മാനേജിങ് എഡിറ്റർ, അദ്ദേഹം ഒരു CPMൻ്റെ നേതാവിൻ്റെ ലോറി തന്നെ പിടിച്ചെടുത്തപ്പോൾ അയാളൊരു മുസ്ലിം നാമധാരിയായിരുന്നു, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലോറി പിടിച്ചെടുത്തത് മറ്റൊരു ഈ പറയുന്ന പോലെ ഒരു ഹിന്ദു പേരുകാരനാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. യഥാർത്ഥത്തിൽ ലോറി പിടിച്ചത് സ്റ്റേഷൻ ഹൗസ് മാസ്റ്റർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം തന്നെയാണ്. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പഞ്ചുണ്ടാവില്ലല്ലോ. അപ്പോൾ പോലീസിനകത്തെ RSS വൽക്കരണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് തൊട്ടപ്പുറത്തെ സ്റ്റേഷനിൽ ഒരാളുടെ പേരെടുത്ത് ഈ സ്റ്റേഷനിലേക്ക് വെച്ചതും SHO ആക്കി മാറ്റിയതും ഒക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാം, കാരണം ഒരു നാക്കുപിഴ പറ്റിയതാണ്, അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് സഹിക്കാം. പക്ഷേ ഏറ്റവും വലിയൊരു ക്ലാസിക് കള്ളം കയ്യോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. അത് പ്രിയപ്പെട്ട നമ്മുടെ അജിംസ് എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ. അദ്ദേഹം യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകൻ മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ പല സംഘടനയിലും മെമ്പറായിട്ടുള്ള ഒരു കേഡറായിട്ടുള്ള മനുഷ്യൻ കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് വെൽഫെയർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയും അദ്ദേഹം മത്സരിക്കുകയൊന്നും ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ അവരുടെ ആശയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ നിന്ന് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരേ പ്രശ്നം, അതായത് PM ശ്രീ എന്ന് പറയുന്ന ഒരേ ഒരു പ്രശ്നം, ആ PM ശ്രീ എങ്ങനെയാണ് ഇവർ കുറച്ച് നാൾ മുമ്പ് നമ്മളോട് കള്ളം പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. അത് നിങ്ങൾക്ക് തെളിവുകളായി തന്നെ ഇപ്പോൾ ഇതിനകത്ത് കാണാം. പക്ഷേ എനിക്കത് കേൾപ്പിക്കാൻ പറ്റാത്തത്, അത് അജിംസ് പറഞ്ഞിട്ടുള്ള 2 വാക്കുകൾ കേൾപ്പിക്കാൻ പറ്റാത്തത് മിക്കവാറും ഒരു കോപ്പിറൈറ്റ് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഞാൻ ആ പറഞ്ഞതിൻ്റെ വെറുപാറ്റം എഴുതിയെടുത്തിട്ടുണ്ട്. അതായത് PM ശ്രീയുടെ പ്രശ്നത്തിൽ ആദ്യം LDF ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, പിണറായി ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവർ പറഞ്ഞ കള്ളങ്ങൾ മറന്നുകൊണ്ട്, അതൊക്കെ ജനം മറന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് ഇപ്പോൾ UDF ഭരിക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് എന്താണ് എന്നുള്ളത് കൂടി നിങ്ങൾ കേൾക്കണം. ഇതുപോലെ ആടിനെ പട്ടിയാക്കുന്ന പ്രചരണങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളോട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ സ്റ്റുഡിയോയിൽ പോയി ചോദിക്കേണ്ടതാണ്. ഞങ്ങൾ ഇത്ര നാളും മണ്ടരാക്കായിരുന്നില്ലെന്ന് ഓരോ പ്രത്യേകിച്ചും ഈ പറഞ്ഞ അവരെ പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ചോദിക്കുന്നതാണ്. ആ പ്രേക്ഷകരിൽ വലിയൊരു മതവിഭാഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാരായിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും. അവരൊക്കെ പാവങ്ങൾ, ഇത് ഞങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ്, ഇവർ പറയുന്നതൊക്കെ സത്യമാണ്, ഇവർക്ക് വലിയ ബുദ്ധിയുണ്ട് എന്ന് പറഞ്ഞാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ആദ്യത്തെ ഭാഗം വായിക്കാം. LDF ഭരണത്തിലിരുന്നപ്പോൾ PM ശ്രീ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ടായിരുന്നു. ആ വിവാദം നമുക്കെല്ലാം അറിയാം. CPIയുടെ മന്ത്രിമാരോട് പോലും പറയാതെയാണ് അത് പോയി ഒപ്പിട്ടതെന്നും അത് CPIയുടെ മന്ത്രിമാരും CPI ഒക്കെ തന്നെ വലിയ സ്റ്റാൻഡ് എടുക്കുകയും ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ അവരോട് കള്ളം പറഞ്ഞു എന്ന് പറയുന്ന വാർത്തയൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്.
അപ്പോൾ അതങ്ങനെ ഒരു LDF ചർച്ച ചെയ്യാതെ അത്തരം നയപരമായിട്ടുള്ളൊരു തീരുമാനമെടുത്തത് ശരിയായില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. കൂടാതെ മന്ത്രിസഭയിൽ വന്നിരുന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. മന്ത്രിസഭയിൽ വന്നിരുന്നതിന് ശേഷം ഞങ്ങളങ്ങനെ PM ശ്രീ ഒപ്പിടണ്ട എന്ന് പറയുമ്പോൾ മിണ്ടാതിരുന്നതും ശരിയായിട്ടില്ല. ഞങ്ങൾ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഒപ്പിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ CPIയോടൊക്കെ ചർച്ച ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ ഒന്നും ഒരു സംശയമില്ല. പക്ഷേ ആ വിവാദങ്ങൾക്കൊക്കെ അപ്പുറം PM ശ്രീ എന്ന് പറയുന്നത് നടപ്പാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതിനെക്കുറിച്ച് നിരവധി തവണ പല മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള ക്രൈം ഓൺലൈനിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലും ഒക്കെ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂകളിലൊക്കെ തന്നെ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ PM ശ്രീ എന്തുകൊണ്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ, ഈ 3 കൊല്ലത്തെ എഡ്യൂക്കേഷനൊക്കെ, അതായത് 12+3 എന്ന് പറയുന്ന എഡ്യൂക്കേഷനൊക്കെ എടുത്ത് കളയേണ്ട സമയം അതിക്രമിച്ചു. കാരണം 12+3 എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ, ഡിഗ്രി എഡ്യൂക്കേഷൻ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ വിദേശത്ത് പഠിക്കാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വീണ്ടും ഒരു ഗ്രാജുവേഷനോ അല്ലെങ്കിൽ 1 കൊല്ലത്തെ ഒരു കോഴ്സോ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് നേരിട്ട് PGക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം മിക്ക രാജ്യങ്ങളിലും തന്നെ 12+4 എഡ്യൂക്കേഷനാണ്. അത് കഴിഞ്ഞിട്ടാണ് PG ഉള്ളത്. ഗ്രാജുവേഷൻ 4 വർഷമാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിരവധി പരിഷ്കാരങ്ങൾ അവർ നടത്തുന്നുണ്ട്. പക്ഷേ ആകെ നമുക്കുള്ളൊരാശങ്ക, ഈ അക്കാഡമിക്കിൻ്റെ കരിക്കുലത്തിൽ, അതുപോലെ തന്നെ ചരിത്രങ്ങളിൽ, അതുപോലെ ഭാഷാ പഠനത്തിൽ, ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ അവരുടെ ഇടപെടലുകൾ ഉണ്ടാവും എന്ന് പറയുന്ന ഭയമാണ് PM ശ്രീ ഒപ്പിടാനായിട്ട് മറ്റുള്ളവരെയൊക്കെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ഏറ്റവും ആദ്യം അജിംസ് LDF ഭരണകാലത്ത് പറഞ്ഞ കാര്യം ഞാൻ ഒന്ന് വായിക്കാം നിങ്ങളോട് കൃത്യമായിട്ട്. അതിൻ്റെ വെർബാറ്റിമാണ്, ഒരു വരി പോലും മാറ്റാത്ത, ഒരു കോമ പോലും മാറ്റാത്ത വെർബാറ്റിമാണ്. അത് നിങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കണം. ഞാനത് ഓഡിയോ എൻ്റെ കയ്യിലുണ്ട്, അത് കേൾപ്പിക്കാത്തത്. അത് കേട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ടാണ്. ഒന്ന്, LDFൻ്റെ കാലത്ത് പ്രിയപ്പെട്ട SA അജിംസിൻ്റെ വളരെ പണ്ഡിതൻ്റെ വാക്കുകളാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഒരു നയം അടിച്ചേൽപ്പിക്കുന്നു എന്നതിലുപരി കേരളം പോലൊരു സംസ്ഥാനത്ത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒന്നാണിത്. അതിന് എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, NEP എന്താണ് എന്നറിയണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ NEP വളരെ വിശദമായ അജിംസ് വായിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ തോന്നും. വായിച്ചിട്ടുണ്ടാകാൻ ഒരു സാധ്യതയില്ല. ഫെഡറൽ തത്വങ്ങൾ, ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആദ്യം കടക്കൽ കത്തിവെക്കുന്നത് ഫെഡറൽ തത്വങ്ങൾക്കാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണമാണ്. ഈ കച്ചവടവൽക്കരണത്തെ എല്ലാവരും എതിർക്കുന്നു, CPM എതിർത്തതാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് ഫെഡറൽ തത്വങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്. രണ്ടാമത്തേത് വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണമാണ്. ഈ കച്ചവടവൽക്കരണത്തെ എല്ലാവരും എതിർക്കുന്നു, CPM എതിർത്തതാണ്. മൂന്നാമത്തേത്, ഇതാണ് കോർ ഇഷ്യൂ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ കേട്ടോ, അത് കേൾക്കണം നിങ്ങൾ. വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുക, അതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഗുജറാത്തിൽ നമ്മൾ ഗുജറാത്തിൽ കണ്ടതാണ്. ഗുജറാത്തിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കണ്ടതാണ്. ഇത് കേരളത്തിൽ കൊണ്ടുവന്നാൽ നമ്മൾ ചെറുത്തു നിൽക്കും എന്നാണ് പറയുന്നത്. ഒരു അക്കാദമിക് സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല. പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്, ഒരു അക്കാദമിക് സ്വാതന്ത്ര്യവും ഉണ്ടാവില്ല. അവിടെ ഏത് ഫ്രെയിം വർക്കാണോ അതിലാകും ഇവിടെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുക. പുസ്തകം അച്ചടിക്കുന്ന പണി മാത്രമേ സ്റ്റേറ്റ് എടുത്താൽ മതി എന്നാണ് അതിൽ പച്ചക്ക് എഴുതി വച്ചിട്ടുള്ളത്. അവർ തരുന്ന ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് കണ്ടൻറ് ഉണ്ടാക്കുന്നു. ആ കണ്ടൻറ്റിൽ പഠിക്കുന്ന തലമുറ അധികം സമയമൊന്നും വേണ്ട. ഗുജറാത്തിൽ BJP വന്നത് 95-ലാണ്. 2001, 2002 അവിടെ കലാപം നടന്നു. നമുക്കറിയാമല്ലോ, അവിടെ കലാപം ഉണ്ടായത് നമുക്കറിയാം. ആ കലാപം നടന്നു. അവിടുത്തെ സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണം പാഠപുസ്തകത്തിൽ വന്ന മാറ്റമാണ്. അജിംസിൻ്റെ കണ്ടുപിടുത്തമാണ് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. പാഠപുസ്തകത്തിൽ വന്ന മാറ്റമാണ്. പാഠപുസ്തകത്തിൽ വന്ന മാറ്റം അറിയാത്തവരല്ല CPM നേതാക്കൾ, ഈ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്നവർ. എന്നിട്ട് ഇത്രയും ഗൗരവമുള്ള പ്രശ്നത്തിൽ അവർ ഒളിച്ചുപോയി. ആരെയും അറിയിക്കാതെ, സ്വന്തം മുന്നണിയിലെ ആളുകളെ പോലും അറിയിക്കാതെ, അവരുടെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ ഒപ്പിട്ടെങ്കിൽ ഇതിനു പിന്നിൽ ഫണ്ടാണ് പ്രശ്നം, ഫണ്ട് റിലീസ് ചെയ്യുന്നതാണ് പ്രശ്നം എന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാം, ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പ്രശ്നം എന്ന് പറയുന്നത് ഫെഡറൽ തത്വങ്ങളുടെ കടക്കൽ കത്തിവെക്കുന്നതാണ്, വിദ്യാഭ്യാസത്തിൻ്റെ കച്ചവടവൽക്കരണമാണ്. അതിനേക്കാളൊക്കെ പ്രധാനം പാഠപുസ്തകങ്ങളിലൂടെ സംഘപരിവാർ പദ്ധതി കടത്തിവിടുകയും അതുവഴി ഗുജറാത്തിലൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു കലാപം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറയുന്ന ഭയമാണ് നമ്മുടെ പ്രിയപ്പെട്ട SA അജിംസ് എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെ ഭരിക്കുന്നത്. പക്ഷെ അത് ഭരിക്കുന്നത് പെട്ടെന്ന് മാറി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ VD സതീശൻ അധികാരത്തിലേക്ക് വന്നു. അപ്പോൾ VD സതീശൻ അധികാരത്തിലേക്ക് വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ഭയം മാറി. അടുത്ത ഒരു പ്രശ്നത്തിൽ അദ്ദേഹം എങ്ങനെയാണ് PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയെ നിർവചിക്കുന്നത് എന്നുള്ളത് നിങ്ങളെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കേണ്ടതാണ്. ഈ ഉഡായിപ്പുകളെയൊക്കെ പണ്ടേ കവളം മടൽ വെട്ടി അടിക്കേണ്ടതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. വിദ്യാഭ്യാസം എന്നത് കൺകറൻറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്.
അത് പുള്ളിക്ക് ഇന്നാണ് മനസ്സിലായതിട്ടാണ്. കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ 2 ലിസ്റ്റും കേന്ദ്രത്തിൻ്റെയും കേരളത്തിൻ്റെയും ലിസ്റ്റിൽപ്പെട്ടതാണ്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ അവകാശമുള്ള വകുപ്പാണ് ഇത് എന്നത് ഒരുപോലെ അവകാശമുള്ള വകുപ്പാണ് ഇത് എന്നത് ലീഗലി സാധ്യമായ ഒരു കരാറേ അല്ലിത്. ഏത് PMC എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നമ്മളൊരു കരാറുണ്ടാക്കിയാൽ അത് ലീഗലി സാധ്യമായ ഒരു കരാറേ അല്ല. നമ്മളിവിടെ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് കെട്ടിടങ്ങൾ അഥവാ സ്മാർട്ട് ക്ലാസ് റൂമുകൾ എന്നിവ നിർമ്മിക്കാറുണ്ട്. അതേപോലെ അതായത് നമ്മൾ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ബാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ സ്കൂളുകളിൽ വർദ്ധിപ്പിക്കുന്ന പോലെ തന്നെ 60% സംസ്ഥാനത്തിൽ നിന്ന് 40% കേന്ദ്രത്തിൽ നിന്ന് എടുത്തുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് 60% എടുത്തുകൊണ്ട് സംസ്ഥാനത്തിൽ നിന്ന് 40% എടുത്ത് സ്കൂളുകൾ നവീകരിക്കുന്നു. അതായത് സ്കൂളുകൾ പണിയാൻ അവർ നമുക്ക് കുറച്ച് പൈസ തരും. അതിന് പകരം അവർ പറയുന്നത് പാഠ്യപദ്ധതി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമായി മാറ്റണമെന്നാണ്. ഇനി അങ്ങനെ മാറ്റണം എന്ന് പോലും നിർബന്ധമില്ല. ശ്രദ്ധിക്കണോട്ടോ, അങ്ങനെ മാറ്റണമെന്ന് പോലും നിർബന്ധമില്ല. ആ പൈസ വാങ്ങിയെടുക്കാൻ ഇത് ഒപ്പിടുന്നു എന്നേ ഉള്ളൂ. എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് യഥാർത്ഥത്തിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമാക്കി മാറ്റണം. അവർ തരുന്ന ഫ്രെയിം വർക്കിൽ മാത്രമേ നമുക്ക് പാഠപുസ്തകങ്ങൾ ചെയ്യാനാവൂ, പാഠപുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്ന പണി മാത്രമേ സ്റ്റേറ്റ് ഗവൺമെൻറ് എടുക്കേണ്ടൂ എന്ന് പറയുന്ന അജീംസിന് ഇന്നലെ രാത്രി എന്തോ പ്രശ്നമുണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുകൂലമായി മാറ്റണമെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ മാറ്റണമെന്ന് പോലും നിർബന്ധമില്ല. ആ പൈസ വാങ്ങിയെടുക്കാൻ ഒപ്പിടുന്നു എന്നേ ഉള്ളൂ. ഒപ്പിട്ടപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന വാക്കാണ്, ഒരു ധാരണ ഉണ്ടാക്കുന്നു എന്ന് മാത്രം എന്നാണ് പറഞ്ഞു നോക്കുന്നത്. സിമ്പിൾ, വളരെ സിമ്പിൾ. വെറുതെ ഒരു വാക്ക് കൊടുക്കുന്നു, അതൊന്നും പാലിക്കണമെന്നില്ല, ഒരു ധാരണ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും പെട്ടെന്ന് മലക്കം പറയാൻ പറ്റാതിരുന്ന പാവൻ നിഷാദ് റാവുത്തർ, ആ നിഷാദ് റാവുത്തർ അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, മോദിയുടെ പടം വെക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അജിംസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ പുള്ളി ദേഷ്യപ്പെട്ട് പറയുന്നതാണ്, മോദിയുടെ പടം വെക്കുന്നതാണോ യഥാർത്ഥത്തിൽ വലിയ പ്രശ്നം നിഷാദേ? മോദിയുടെ 10 പടം വെച്ചോട്ടെ, പുതിയ പാഠ്യപദ്ധതി കുട്ടികൾ പഠിക്കട്ടെ എന്നതല്ലേ പ്രധാനം. ഒന്ന് ആലോചിച്ച് നോക്കി. ഓന്തിന് പോലും ഇത്ര പെട്ടെന്ന് നിറമാറാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അജിംസിന് എൻ്റെ നമോഭാഗം. മാധ്യമ പ്രവർത്തനത്തിൽ താങ്കൾക്ക് ഭാവിയുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഉടനെ തന്നെ താങ്കൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെ, മിക്കവാറും ഇതിൻ്റെ തന്നെ മാനേജിങ് എഡിറ്ററായി മാറാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അതിനാൽ എല്ലാ ക്വാളിഫിക്കേഷനും ഈ തരികിടയിലൂടെ താങ്കൾ നേടിയിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇയാളെയൊക്കെ കേട്ട് ഇത്രയും കാലം വിശ്വസിച്ച ആളുകൾ എന്ത് പറയുമെന്നറിയാൻ എനിക്കൊരു താല്പര്യമുണ്ട്. താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ.